മിഡിൽ ഈസ്റ്റിനെ ആകെ ചാരമാക്കാൻ പോന്ന അമേരിക്കൻ ഇസ്രയേൽ സഖ്യത്തിന്റെ മിസൈൽ വർഷങ്ങൾക്ക് മുൻപിൽ ഇറാന്റെ പരമാധികാരം പതറാതെ കാക്കാൻ നിയോഗിക്കപ്പെട്ടവൻ. പക്ഷെ അധികാരമേറ്റ നാൾ മുതൽ ശത്രുവിന്റെ കണ്ണുവെട്ടിച്ച് നിഴലായി മാത്രം സഞ്ചരിക്കുന്ന ഒരു ഭരണാധികാരി. 3 മാസം മുൻപ് പശ്ചിമേഷ്യയെ നടുക്കിക്കൊണ്ട് ആരംഭിച്ച യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കയും ഇസ്രയേലും തൊടുത്തുവിട്ട മാരകമായ ആക്രമണങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ഇന്ന് എവിടെയാണെന്ന ചോദ്യം ലോകശക്തികളെ ആകെ കുഴക്കുകയാണ്. വൻ സന്നാഹങ്ങളോടെ തങ്ങൾ വേട്ടയാടാൻ നോക്കിയ ഇറാൻ കോൺക്രീറ്റ് ബങ്കറുകൾക്കും അതീവ സുരക്ഷാ വളയങ്ങൾക്കും അപ്പുറം ഒരു അജ്ഞാത കേന്ദ്രത്തിലിരുന്ന് ഒരു രാജ്യത്തിന്റെ വിധി നിർണയിക്കുമ്പോൾ സാമ്രാജ്യത്വ ശക്തികളുടെ ഇന്റലിജൻസ് നെറ്റ്വർക്കുകൾ ഒന്നടങ്കം നോക്കുകുത്തിയാവുകയാണ്. ആധുനിക ഉപഗ്രഹങ്ങൾക്കോ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾക്കോ കണ്ടെത്താനാകാത്ത വിധം പുറം ലോകവുമായുള്ള എല്ലാ നേരിട്ടുള്ള ബന്ധങ്ങളും വിച്ഛേദിച്ച് അതീവ സങ്കീർണമായ കൊറിയർ ശൃംഖലകൾ വഴി മാത്രം ആശയവിനിമയം നടത്തുന്ന മുജ്തബ ഖമേനിയുടെ തന്ത്രം അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ പോലും അമ്പരപ്പിക്കുന്നുണ്ട്. തോക്കുകൾക്കും മിസൈലുകൾക്കും തകർക്കാൻ കഴിയാത്ത വിധം ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെ ഈ നിഗൂഢതയ്ക്കുള്ളിലിരുന്ന് അദ്ദേഹം നിയന്ത്രിക്കുമ്പോൾ ഇതൊരു ഒളിച്ചോട്ടമല്ല, മറിച്ച് ശത്രുവിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്ന കൃത്യമായ യുദ്ധതന്ത്രമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. യുദ്ധഭൂമിയിൽ ബോംബുകൾ വർഷിച്ച് വിജയം കൊയ്യാൻ നോക്കുന്ന അമേരിക്കയ്ക്ക് മുൻപിൽ ഒരു അദൃശ്യ ശക്തിയായി നിലകൊണ്ട് മുജ്തബ ഖമേനി നടത്തുന്ന ഈ നിഴൽ യുദ്ധം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ ഏത് ദിശയിലേക്കാണ് നയിക്കുക എന്നത് വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്. ഫെബ്രുവരി 28 ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി ഇറാനിലെ നേതൃത്വ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട ഇസ്രയേൽ അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാന്റെ അധികാര കേന്ദ്രത്തെ നടുക്കിയിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലൂ സ്പാരോ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ച സമയത്ത് മുജ്തബ ഖമേനി ഇറാനിലെ സുരക്ഷാ കോമ്പൗണ്ടിനുള്ളിലായിരുന്നു. ആക്രമണത്തിൽ നിന്ന് അദ്ദേഹം ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും അതിനുശേഷം അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മുൻ പരമോന്നത നേതാവും അദ്ദേഹത്തിന്റെ പിതാവുമായ അലി ഖമേനി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതോടെയാണ് മുജ്തബ ഖമേനി രാജ്യത്തിന്റെ പരമോന്നത അധികാര സ്ഥാനത്തേക്ക് എത്തിയത്. 1989 മുതൽ ഇറാനെ നിയന്ത്രിച്ചിരുന്ന അലി ഖമേനിയുടെ മരണത്തിന് പിന്നാലെ മാർച്ച് ആദ്യം നടന്ന ആഭ്യന്തര നേതൃത്വ തീരുമാനങ്ങളിലൂടെയാണ് മുജ്തബ അധികാരമേറ്റത്. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ വളരെ കുറവാണ്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട ചില ഹ്രസ്വ ദൃശ്യങ്ങൾ ഒഴികെ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹം എവിടെയാണെന്നോ ഏത് സാഹചര്യത്തിലാണ് കഴിയുന്നതെന്നോ സംബന്ധിച്ച വിവരങ്ങൾ രാജ്യം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിനുള്ളിൽ വലിയ അവിശ്വാസം നിലനിൽക്കുകയാണ്. യുദ്ധകാലത്ത് അമേരിക്കയും ഇസ്രയേലിനും ഇറാനിയൻ ഭരണകൂടത്തിനുള്ളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവഴിയാണ് നിരവധി മുതിർന്ന സൈനിക രാഷ്ട്രീയ നേതാക്കളെ കൃത്യമായി ലക്ഷ്യമിടാൻ അവർക്കായതെന്നാണ് വിലയിരുത്തൽ. ഇതോടെ അതിജീവിച്ച നേതാക്കൾ കൂടുതൽ സമയവും ഭൂഗർഭ ബങ്കറുകളിലും രഹസ്യ കേന്ദ്രങ്ങളിലുമാണ് ചെലവഴിക്കുന്നത്. പല മുതിർന്ന ഉദ്യോഗസ്ഥരും നേരിട്ടുള്ള ഫോൺ ആശയവിനിമയം പോലും ഒഴിവാക്കുന്നുവെന്നും വിവരങ്ങൾ കൈമാറാൻ മനുഷ്യ കൊറിയർമാരെ ആശ്രയിക്കേണ്ട സാഹചര്യമാണിപ്പോഴെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ സുരക്ഷാ സാഹചര്യം ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകളെയും ഗുരുതരമായി ബാധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക നിർദ്ദേശങ്ങൾ കൈമാറുമ്പോൾ അതിന് മറുപടി ലഭിക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ വരെ എടുക്കുന്നുവെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ പറയുന്നത്. കാരണം ഓരോ നിർണായക സന്ദേശവും ഒടുവിൽ മുജ്തബ ഖമേനിയിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം പോലും ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതിനാൽ ചർച്ചകളിലെ ഓരോ ഘട്ടവും വലിയ കാലതാമസത്തിന് കാരണമാവുകയാണ്. അതേസമയം സമാധാന ചട്ടക്കൂടിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് മുജ്തബ ഖമേനി തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നതാണ് ട്രംപ് ഭരണകൂടത്തിലെ ചില ഉദ്യോഗസ്ഥരുടെ അവകാശവാദം. അമേരിക്കയുമായി ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളും പൂർണ്ണമായും നിരസിക്കേണ്ട വിഷയങ്ങളും സംബന്ധിച്ച് അദ്ദേഹം ചർച്ചാ സംഘത്തിന് നിർദ്ദേശങ്ങൾ നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതി, യുറേനിയം സമ്പുഷ്ടീകരണം, ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇറാൻ ഇപ്പോഴും കടുത്ത നിലപാടിലാണ്.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന കരാറിനെ കുറിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ ചർച്ചകൾ വളരെ ദുഷ്കരമായ ഘട്ടത്തിലാണ്. ഇറാന്റെ പുതിയ നേതൃത്വം സുരക്ഷാ ഭീഷണിയുടെ നിഴലിൽ കഴിയുമ്പോൾ ഓരോ തീരുമാനവും അതീവ രഹസ്യമായി കൈകാര്യം ചെയ്യപ്പെടുകയാണ്. ഇത് വെറും ഒരു യുദ്ധാനന്തര സുരക്ഷാ നടപടിയല്ല, മറിച്ച് അമേരിക്കയും ഇസ്രയേലും വീണ്ടും ആക്രമണം നടത്തുമെന്ന ഭീതിയിൽ ജീവിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ പ്രതിഫലനമാണെന്നാണ് പശ്ചിമേഷ്യൻ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനിടെ മൊജ്തബ ഖമേനിയുടെ അഭാവം ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും ബാധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും ഇറാനിയൻ ഭരണകൂടം ഇതിനെ സുരക്ഷാ ആവശ്യകത എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ പോലും തീയതിയോ സ്ഥലമോ വെളിപ്പെടുത്താത്തത് അദ്ദേഹത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഭൂഗർഭ ബങ്കറുകളിൽ നിന്ന് രാജ്യം നിയന്ത്രിക്കുന്ന മൊജ്തബ ഖമേനിയുടെ നേതൃത്വം ഇറാന്റെ ഭാവിയെയും അമേരിക്കയുമായുള്ള ബന്ധത്തെയും നിർണയിക്കുന്ന പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന സൂചനകളോടെയാണ് ഇറാനും അമേരിക്കയും ഇപ്പോഴും പരസ്പരം നിരീക്ഷിക്കുന്നത്.